രാവണന് ഏത് വേഷത്തിലേക്ക് മാറാനുള്ള ഒരു കഴിവ് കൂടി രാവണനുണ്ട്. പക്ഷെ അതുപോലെ തന്നെ രാവണന് ഒരു ശാപവുമുണ്ട്. അനുവാദം കൂടാതെ അന്യ സ്ത്രീയെ സ്പർശിച്ചാൽ ഭസ്മമായി പോകും രാവണൻ. അങ്ങനെ ഒരു ശാപം കൂടി രാവണനുണ്ട്. സീതാദേവി രാവണന്റെ തടവറയിലായി. പക്ഷെ സീതാദേവിയെ അനുവാദം കൂടാതെ സ്പർശിക്കാൻ സാധിക്കില്ല. രാവണൻ പല വേഷത്തിൽ ചെല്ലുകയാണ് സീതാദേവിയെ മയക്കാൻ, കൺവിൻസ് ചെയ്യാൻ. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും സീതാദേവി വഴങ്ങുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മന്ത്രി ഉപദേശിക്കുന്നത്, രാജാവേ, ശ്രീരാമൻ്റെ വേഷത്തിലൊന്ന് പോയി നോക്കിയാലോ. അപ്പോഴാണ് രാവണനും ആലോചിക്കുന്നത്, ശ്രീരാമൻ്റെ വേഷത്തിൽ, രൂപത്തിൽ സീതാദേവിയുടെ അടുത്ത് പോയാലോ. അങ്ങനെ രാവണൻ ശ്രീരാമൻ്റെ വേഷത്തിലേക്ക് അങ്ങോട്ട് മാറുകയാണ്. ഈ സീനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സീതാദേവിയെ കിട്ടാൻ വേണ്ടിയിട്ട് രാവണൻ ശ്രീരാമനായിട്ട് അങ്ങോട്ട് മാറുകയാണ്. ശ്രീരാമൻ്റെ വേഷത്തിലേക്ക് അങ്ങോട്ട് മാറുകയാണ്. ശ്രീരാമൻ്റെ വേഷത്തിലേക്ക് ഉള്ള ഭാവപ്പകർച്ച രാവണന് സംഭവിക്കുമ്പോൾ, രാവണൻ ശ്രീരാമനായി മാറുമ്പോൾ, ആ നിമിഷം ആ സീതാദേവിയെക്കുറിച്ചുള്ള ചിന്ത രാവണനെ കൊണ്ട് ഇല്ലാണ്ടാവുകയാണ്. കാരണം ഏകപത്നി വ്രതത്തിൽ ജീവിക്കുന്ന ശ്രീരാമൻ്റെ രൂപത്തിലേക്ക് മാറിയപ്പോൾ പോലും അങ്ങനെ മറ്റൊരു സ്ത്രീയെക്കുറിച്ചുള്ള ചിന്ത രാവണൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഇതാണ് ഒരു ക്യാരക്ടർ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സംഭവം. ശ്രീരാമൻ രാവണനെ വധിച്ചു. രാവണൻ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ് ശ്രീരാമൻ്റെ മുന്നിൽ. ശ്രീരാമൻ രാവണനെ നോക്കി ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ്, തല കുനിച്ച് നിൽക്കുകയാണ്. ശ്രീരാമൻ്റെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നു പോവുകയാണ്. അതിൽ ഒരു ചിന്ത ഇങ്ങനെയായിരുന്നു, ഈ 10 തലയുള്ള രാവണൻ്റെ ഒരു തല എന്തെല്ലാം കഴിവുകളുള്ള തലയായിരുന്നു, ഒരു തലയിൽ എന്തോരം നന്മകളുണ്ടായിരുന്നു, അങ്ങനെ എന്തെല്ലാം ക്വാളിറ്റീസ്, എന്തെല്ലാം ഗുണങ്ങളുള്ള ആളായിരുന്നു രാവണൻ. ആ തല കൂടി എനിക്ക് എടുക്കേണ്ടി വന്നില്ലേ എന്നുള്ളൊരു ചെറിയ വിഷമത്തിൽ നിൽക്കുകയാണ് ശ്രീരാമൻ. അപ്പോഴാണ് കൊട്ടാരത്തിൽ മണ്ഡോദരി ഈ വാർത്ത അറിയുന്നത്. തൻ്റെ ഭർത്താവ് വധിക്കപ്പെട്ടു, ശ്രീരാമനാൽ വധിക്കപ്പെട്ടു. ശ്രീരാമനെ ശപിക്കാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ് യുദ്ധക്കളത്തിലേക്ക് മണ്ഡോദരി. മണ്ഡോദരി കാണുന്ന കാഴ്ച രാവണൻ്റെ മൃതശരീരം നോക്കി നിൽക്കുന്ന ശ്രീരാമനെയാണ്. മണ്ഡോദരി ശപിക്കാനായിട്ട് ഇങ്ങനെ ഓടി വരുന്ന ഒരു രംഗം അതിഗംഭീരമാണ് കേട്ടോ. മണ്ഡോദരി ഇങ്ങനെ ശപിക്കാനായിട്ട് ഓടി വരലും ശ്രീരാമൻ തലകുനിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആദ്യമേ പ്രത്യക്ഷപ്പെടുന്നത് മണ്ഡോദരിയുടെ നിഴലാണ്, ഒരു സ്ത്രീയുടെ നിഴൽ. ഒരു സ്ത്രീയുടെ നിഴൽ കാണുന്ന ശ്രീരാമൻ ഒരടി പിന്നോട്ട് ഒന്ന് നീങ്ങി നിൽക്കും, ഒരടി പിന്നോട്ട്. പെട്ടെന്ന് മണ്ഡോദരി ഒന്ന് നിൽക്കും. ഈ രംഗം കണ്ടിട്ട് മണ്ഡോദരി, ശപിക്കാൻ വന്ന മണ്ഡോദരി ശ്രീരാമനെ ശപിക്കാതെ തിരിച്ചു പോകും. കാരണം എന്താണെന്നറിയോ? മണ്ഡോദരിക്ക് ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്. അന്യ സ്ത്രീയുടെ നിഴല് പോലും ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ നോക്കുന്ന ശ്രീരാമൻ, ആ ശ്രീരാമന് തൻ്റെ ഭാര്യ എത്ര പ്രിയപ്പെട്ടതായിരിക്കും. അങ്ങനെയുള്ളൊരു ഭാര്യയെ ഒരാൾ തട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അയാളെ ശ്രീരാമൻ വധിക്കാതിരിക്കുമോ? അവിടെ ശ്രീരാമനോട് ക്ഷമിക്കാൻ മണ്ഡോദരിക്ക് സാധിക്കുകയാണ്. ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ക്യാരക്ടർ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ സ്വഭാവത്തിലെ അച്ചടക്കം. സ്വഭാവത്തിലെ അച്ചടക്കം എന്ന് വെച്ചാൽ ഏകപത്നി വ്രതം എന്ന് പറയുന്നത് എപ്പോഴും പാലിക്കാൻ ശ്രീരാമൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ, എന്തെങ്കിലും ഒരു അച്ചടക്കം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴും തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ, അത് വ്യായാമത്തിൻ്റെ കാര്യമാവട്ടെ, ഭക്ഷണത്തിൻ്റെ കാര്യമാവട്ടെ, എത്തിക്സിൻ്റെ കാര്യമാവട്ടെ, മോറൽ സൈഡിൻ്റെ കാര്യമാവട്ടെ, വായനയുടെ കാര്യമാവട്ടെ, എന്തിൻ്റെയും കാര്യമാവട്ടെ, ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം. എന്താണ് ക്യാരക്ടർ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? സ്വഭാവത്തിലെ ഒരു അച്ചടക്കം. അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു.